രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കും, പാർലമെന്റിൽ നിന്നും പുറത്താക്കും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കില്ല. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJP ക്യാമ്പുകളിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യമായിരുന്നു ഇത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം സിംഹത്തെ പോലെ ഗർജിച്ചവർ പൂച്ചയെ പോലെ വാലുമടക്കി ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കൊണ്ടുവന്ന അവകാശ ലംഘന നോട്ടീസ് BJP തന്നെ പിൻവലിച്ചു. അപ്പോഴും സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസ് കോൺഗ്രസ് മുറുകെ പിടിച്ചിരുന്നു. ഇത്തവണത്തെ പാർലമെന്റ് സഭ സമ്മേളിച്ചപ്പോൾ അതേ ആവശ്യവുമായിട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള പക്ഷാപാതപരമായി പെരുമാറുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് 118 പ്രതിപക്ഷ MPമാരാണ് പ്രമേയത്തിൽ ഒപ്പുവെച്ചത്. നോട്ടീസ് നൽകിയതിനെ തുടർന്ന് സഭാ നടപടികളിൽ നിന്നും ഓം ബിർള വിട്ടുനിൽക്കുകയാണ്. പ്രമേയത്തിന്മേൽ തീരുമാനമാകാതെ അദ്ദേഹം സ്പീക്കറുടെ കസേരയിലേക്ക് മടങ്ങില്ല എന്നാണ് റിപ്പോർട്ട്. NDAക്ക് സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് പ്രമേയം വിജയിക്കാൻ സാധ്യതയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പ്രമേയം നേരിടുന്ന ആദ്യത്തെ സ്പീക്കർ അല്ല ബിർള എങ്കിലും 17ാം ലോക്സഭയിൽ നിന്നും അത്യപൂർവമായിട്ടുള്ള 100 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്യുന്നതിന് നേതൃത്വം നൽകിയതിന്റെ ബഹുമതി അദ്ദേഹത്തിനുണ്ട്. 46 പ്രതിപക്ഷ MPമാരെ രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. സ്പീക്കറായിട്ട് രണ്ടാം തവണയും സേവനമനുഷ്ഠിക്കുന്ന ബിർളയ്ക്ക് സഭയിൽ ഡെപ്യൂട്ടി ഇല്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഏകദേശം 7 വർഷമായിട്ട് ഒഴിഞ്ഞുകിടക്കുകയാണ്. 17ാം ലോക്സഭയും ഒരാളില്ലാതെ അവസാനിച്ചു. പശ്ചിമേഷ്യ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ചർച്ച നടന്നതുകൊണ്ടായിരുന്നു ലോക്സഭയിൽ നിന്നും സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഇന്നലെ പരിഗണിക്കാൻ കഴിയാതിരുന്നത്. സ്പീക്കർ ഓം ബിർളയെ പുറത്താക്കാൻ പ്രമേയം വന്നിരുന്നു. ലോക്സഭയിൽ 10 മണിക്കൂർ ചർച്ചയാണ് ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ പിന്തുണ നൽകാതിരുന്ന തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായിട്ടായിരിക്കും ചർച്ചകൾ നടക്കുക. ആദ്യ ദിവസം 5 മണിക്കൂർ ചർച്ചയും രണ്ടാം ദിവസം ബാക്കി 5 മണിക്കൂർ ചർച്ചയും നടത്തുമെന്നാണ് കിരൺ റിജിജു അറിയിച്ചത്. ലോക്സഭയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ എല്ലാ MPമാർക്കും കോൺഗ്രസ് വിപ്പും നൽകിയിട്ടുണ്ട്. പ്രമേയം വിജയിച്ചില്ല എങ്കിലും ചർച്ച ചെയ്യാനാകും എന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. ലോക്സഭയിൽ ലഡാക്കിലെ ഇന്ത്യ-ചൈന സംഘർഷത്തെക്കുറിച്ച് കരസേനാ മേധാവിയായിരുന്ന മനോജ് മുകുന്ദ് നരവേനയുടെ പുസ്തകം മുൻനിർത്തി രാഹുൽ ഗാന്ധി നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതേ തുടർന്ന് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരിക്കുകയും 7 MPമാരെ സസ്പെൻഡ് ചെയ്തതോടെയും രാഹുലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ മോദിയെയും അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം ശബ്ദമെടുക്കുകയും ചെയ്തിരുന്നു. ആ ശബ്ദത്തിന് മുന്നിൽ മോദിക്ക് വാലുമടക്കി വാമൂടി നിൽക്കേണ്ടി വന്നു. ഭരണപക്ഷത്തോടുള്ള അമിതമായ കൂറ് കാരണം സ്പീക്കർ തന്റെ സ്ഥാനം മറക്കുന്നു എന്ന് കാണിച്ചാണ് അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം നൽകിയത്. 1987 ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ അന്നത്തെ സ്പീക്കർ ബൽറാം ജാക്കറിനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ലോക്സഭ ചർച്ച ചെയ്തത്. ഭരണപക്ഷ പിന്തുണയിൽ അന്നും ചർച്ച വിജയിച്ചില്ല. എന്നാൽ സ്പീക്കറുടെ നടപടികളെ തുടർന്ന് കാണിക്കാൻ പ്രമേയത്തിലൂടെ സാധിച്ചിരുന്നുവെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷം ഉള്ളത്. ഈ പ്രതിപക്ഷത്തിന് ഇപ്പോഴുള്ള നീക്കവും അങ്ങനെ തന്നെയാണ്. ചർച്ചയുടെ സമയത്ത് സ്പീക്കർ ഓം ബിർള ഭരണപക്ഷത്തെ അംഗങ്ങൾക്കൊപ്പം ചെയറിലിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കും.